അയ്യോ, ടിങ്കു പറഞ്ഞതാ ചിക്കനും കൂടി മേടിക്കാന്ന്. അപ്പൊ ഞാനാ പറഞ്ഞത് ചേച്ചി ആശുപത്രി കിടക്കില്ലയോ, ഇതൊക്കെ മതിയെന്ന്. അങ്കിൾ ചെല്ല്, എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. ഓ, അത് മാത്രം ഞാൻ സമ്മതിക്കത്തില്ല. നീ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്ന കണ്ട ടിങ്കുവിന് സങ്കടം വരത്തില്ലയോ? ദേ വന്നതൊക്കെ വന്നു. കർത്താവ് എൻ്റെ മോളെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചെങ്കിൽ അത് നമ്മളും അംഗീകരിക്കണ്ടായോ? മനസ്സ് അതിനായിട്ടങ്ങ് പാകപ്പെടുത്തണം. എന്നിട്ട് അടുത്ത നടപടി എന്തുവാണെന്ന് ആലോചിക്കണം. അങ്ങനെയൊക്കെ അല്ലയോ ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്? എനിക്ക് അല്പം ബുദ്ധി കുറവാ. അല്ല, അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ ഉപദേശിക്കുന്നത്. നഷ്ടപ്പെട്ടതിനെ അല്ല, നഷ്ടപ്പെടാൻ പോകുന്നതിനെ ഓർത്ത് നേരം കളയുന്നത് തന്നെ വലിയ മണ്ടത്തരമാണ്. അതാ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ, ഈ കാര്യത്തിൽ കുറച്ച് മണ്ടത്തരമുണ്ട് എനിക്ക്. ഉണ്ട്, അതും എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞു തരുന്ന ബുദ്ധി നീ തലയിലോട്ട് കയറ്റേണ്ടത്. മോനെ, നീ ചെറുപ്പമാ. ഒരു കൊച്ചിന്റെ പേരിൽ ഇത്രയും കാലം നീയും ടീനയും ജീവിതം തമ്മി തല്ലി തീർത്തു. ആ അധ്യായം എന്നതായാലും തീരാൻ പോവുക. ഇനിയെങ്കിലും നിനക്ക് സന്തോഷവും സ്വസ്ഥതയും ഒക്കെ ഉള്ള ഒരു ജീവിതം വേണം. അതിന് രണ്ട് വഴിയേ നിന്റെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ നിനക്ക് ഈ വീട് ഉപേക്ഷിച്ചു പോയി വേറെ ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ അനിയത്തിയെ തന്നെ ആ സ്ഥാനത്ത് നിർത്താം. ബുദ്ധിയുള്ളവര് അതേ ചെയ്യത്തുള്ളൂ. പഴയ ബന്ധങ്ങളും കുടുംബവും ഒക്കെ അതേപോലെ അങ്ങ് നിലനിൽക്കും. എന്നാ പറയുന്നു? ഞാൻ ആ വഴിക്ക് അങ്ങ് നീങ്ങട്ടെ? അതിന് ഞാൻ മിന്നു കിട്ടിയ പെണ്ണ് ചത്തില്ലല്ലോ. ഇതെന്നാ സ്വഭാവമാ? വളർത്താൻ പിടിക്കുമ്പോ ചവിട്ടി കുടയുന്നു. സെലീന് വന്നപ്പോ അമ്മച്ചിക്ക് എന്നെ ഒന്ന് ഫോൺ ചെയ്യാൻ മേലായിരുന്നോ? ഓരോ മണ്ടത്തരവും വിളിച്ചു പറഞ്ഞിട്ട്. അതെങ്ങനെയാ മോനെ മണ്ടത്തരാവുന്നേ? സെലീനയ്ക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. തെളിവ് കിട്ടിയെന്നാ പറഞ്ഞേ. ആയിക്കോട്ടെ, എന്നാലും അമ്മച്ചിയായിട്ട് അങ്ങനെ തുറന്നു പറഞ്ഞ് അപ്പച്ചനെ പോലീസിന് വിട്ടുകൊടുക്കരുതായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്തോട്ടെ. അപ്പം നമ്മുടെ വക്കീലിന് ചോദ്യം വരത്തില്ലേ? അപ്പനെ ചികിത്സിക്കാൻ വന്ന ഒരു പാവപ്പെട്ട വൈദ്യനെ മകൻ എന്തിനു കൊല്ലണമെന്ന്? നിന്നെ പോലീസ് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് അമ്മച്ചി കണ്ടു നിൽക്കുന്നേ? അതും ചെയ്യാത്ത കുറ്റത്തിന്. ഇതിപ്പോ അപ്പച്ചന്റെ കാര്യത്തിൽ കോടതിയിൽ ഒന്നും വാദിക്കാൻ ഒക്കത്തില്ല. കുറ്റം ചെയ്തത് മനോനില തെറ്റിയ അവസ്ഥയിലാണെന്ന് മാത്രം വാദിക്കാം. അതിന് പ്രത്യേകിച്ച് വാദവും വേണ്ട. കാരണം ഭ്രാന്തിന് ചികിത്സിക്കുന്ന വൈദ്യനാണല്ലോ കൊല്ലപ്പെട്ടത്. കാര്യമായ ശിക്ഷയൊന്നും കിട്ടത്തില്ലെന്നാ സെലീന പറഞ്ഞത്. ശിക്ഷ കിട്ടത്തില്ല, പക്ഷേ ഇനി അപ്പച്ചനെ നമുക്ക് കിട്ടത്തില്ല. അതെ അമ്മച്ചി, ഇനി ആ ഭ്രാന്താശുപത്രി കിടന്ന് അപ്പച്ചന്റെ ജീവിതം ഒടുങ്ങും. അങ്ങോട്ട് പോയ ആരെങ്കിലും നേരെയായി തിരിച്ചു വന്നിട്ടുണ്ടോ? എന്റെ മാതാവേ, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. മോനെ, അപ്പച്ചനെ അവർ തല്ലുവോ, കറണ്ട് അടിപ്പിക്കോ? തല്ലാതിരിക്കാനൊക്കെ അവിടെ ഉള്ളവരോട് പറഞ്ഞ് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാശ് മുടക്കാം. എന്നതായാലും കോടതിയിൽ ഹാജരാക്കട്ടെ. എന്നിട്ട് വിധിക്കനുസരിച്ച് എന്നതാ വേണ്ടതെന്ന് തീരുമാനിക്കാം. അമ്മച്ചി ഇപ്പോ അതോർത്ത് സങ്കടപ്പെടാൻ നിൽക്കണ്ട. അമ്മച്ചി ആശ്വസിപ്പിച്ച സ്ഥിതിക്ക് സെലീനെ മോശമായിട്ടൊന്നും ചെയ്യാലെന്നാ എൻ്റെ വിശ്വാസം. എനിക്കിപ്പോൾ അതല്ല പേടി. മാത്യൂസ് ആ ഫോട്ടോ സെലീനെ കാണിച്ചിട്ടുണ്ടാവും, ഉറപ്പാ. ഞാനിവിടെ ഇല്ലായിരുന്നോണ്ടാവും അത് അമ്മച്ചിയെ കാണിക്കാത്തെ. എന്നെയും കൂടി പ്രതിയാക്കാൻ ആ തെളിവ് ധാരാളം അമ്മച്ചി. അമ്മച്ചിയെ പേടിപ്പിക്കുകയാണോ നീ? പിന്നെ പേടിപ്പിക്കുമല്ല അമ്മച്ചി. സത്യം ഒളിച്ചു വെച്ചിട്ട് എന്നാ കാര്യം? ആ ഫോട്ടോ മാത്രമല്ല പ്രശ്നം. മാത്യൂസ് ദൃസാക്ഷിയാണെന്ന് പറഞ്ഞ് കോടതിയിൽ മൊഴി കൊടുത്ത എനിക്ക് ശിക്ഷ ഉറപ്പാ. ഇല്ലമ്മച്ചി, ഇനി നമ്മൾ തളർന്നിരുന്നാൽ ശരിയാവത്തില്ല. എങ്ങനെയെങ്കിലും ഈ ഊരാക്കുടിക്ക് രക്ഷപ്പെടണം. എനിക്ക് ജീവിക്കണം അമ്മച്ചി. ഇത്രയും കാലം അപ്പച്ചൻ്റെ തോന്നിവാസങ്ങൾ അനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതം തുലച്ചു. ഇനി എനിക്കൊരു ജീവിതം വേണം അമ്മച്ചി. മോനെ, കർത്താവ് നമ്മളെ കൈവിടത്തില്ല.
വിളിച്ച ഞാൻ പത്രം കൊണ്ട് തരില്ലേ അച്ഛാ? സ്റ്റെപ്പിൽ എങ്ങനെ തട്ടി വീണാലോ? ഏയ്, എത്ര കുന്നും മലയും കയറിയ കാല, ഇതൊന്നും അതിനൊരു പ്രശ്നമല്ല. അച്ഛനെന്താ പറയാം, ഈ പ്രായത്തിലൊരു വീഴ്ച വീണാലേ എല്ലൊക്കെ പപ്പടം പോലെ നുറങ്ങും. നിനക്കിപ്പോ എന്താ ഡോക്ടറെ വേണ്ടേ? ഞാനൊരു മൂലയ്ക്ക് കുത്തിയിരിക്കണം അല്ലേ? ആ, എന്നാൽ അത് നടക്കത്തില്ല എന്ന് മാത്രമല്ല, ഈ കാലും വെച്ച് ഞാൻ മല കയറാൻ പോവുക. ശബരിമലയോ? അല്ല, ചിന്നുവിനെ കാണാൻ. അതിനിപ്പോ അച്ഛൻ അങ്ങോട്ട് പോകുന്നും വേണ്ട, ആരെങ്കിലും വിട്ട് ഞാൻ വിവരറിയിച്ചോളാം. അവൾ ഇങ്ങോട്ട് വന്നോളും. അങ്ങനെയല്ല മോളെ, ചില കാര്യങ്ങള് ചെല്ലേണ്ടിടത്ത് തന്നെ ചെന്ന് വേണം തീരുമാനിക്കാൻ. എന്ത് തീരുമാനിക്കാനാ? തീരുമാനിക്കാനല്ല, തീരുമാനം നടത്താൻ. ചിന്നുവിന്റെ കല്യാണം. എന്റെ കുഞ്ഞിന് ജാതകദോഷമാണോ എന്തോ, 3 തവണയാ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയത്. ഏതെങ്കിലും ഒരു പണിക്കരെ വിളിച്ച് നോക്കിക്കാമെന്ന് വെച്ചാൽ അവള് ജനിച്ച സമയവും ദിവസവും ഒന്നും ഒരു നിശ്ചയവും ഇല്ല. പിറന്നാളില്ലാത്ത കുട്ടി. നമുക്ക് നടത്താച്ച ചിന്നുവിന്റെ കല്യാണം. ഇനിയിപ്പോ അതിന് തടസ്സമൊന്നുമില്ലല്ലോ. ഇല്ല, അതാ ഞാൻ പറഞ്ഞത് മല കയറാൻ പോണൂന്ന്. നീയും വരണം മോളെ എൻ്റെ കൂടെ. ചിന്നുവിന് വലിയ സന്തോഷാവും. നിന്റെ ഏട്ടന്റെ മോള അവള്, അതെപ്പോഴും ഓർമ്മ വേണം. കുന്നും പുറത്തെ നമ്മുടെ തറവാട് വെച്ച് നീട്ടിയിട്ടും വേണ്ടാന്ന് പറഞ്ഞ കുട്ടിയാ അവള്. അവക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്താലും മതിയാവില്ല. എന്തു കൊടുക്കാൻ അച്ഛാ? പൊന്നു കൊടുത്താലും പണം കൊടുത്താലും വേണ്ടാന്നേ അവള് പറയൂ. സ്നേഹം കൊടുത്താ മതി നിങ്ങളൊക്കെ. അത് വേണ്ടാന്ന് എൻ്റെ കുഞ്ഞ് പറയില്ല ഒരിക്കലും. അവള് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന സ്വത്ത് അത് മാത്രമാണ്. ഇതെങ്കിലും കഴിക്കിച്ചായ. വേണ്ട. എന്തായി സിസ്റ്റർ? മേജർ സർജറിയാ. തീരാൻ ചിലപ്പോൾ വൈകിട്ടായെന്ന് വരും. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാ അകത്ത് ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ നിൽക്കുന്നു എന്നുള്ള കാര്യം സാർ ഓർക്കണം. ദയവായി കൂടെ കൂടെ ഇങ്ങനെ തടഞ്ഞു നിർത്തി ഓരോ ചോദ്യങ്ങൾ ചോദിക്കരുത്. സോറി. സാരല്ലോ ചായ. സിസ്റ്റർ ഓരോ മരുന്നൊക്കെ എടുക്കാൻ പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് തടഞ്ഞു നിർത്തിയിട്ടല്ലേ. ഇതാ ഇത് കുടിക്കേ. വേണ്ട, ഇറങ്ങത്തില്ല. സർജറി നടക്കുകയാണോ? ആ. തിയേറ്ററിൽ കയറ്റും മുമ്പ് ഡോക്ടേഴ്സ് വല്ലതും പറഞ്ഞോ? മേജർ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. വേറെ എന്തു പറയാൻ? മരിച്ചു പോകുമെന്ന് അവർ മുഖത്തോക്കി പറയത്തില്ലല്ലോ. റിച്ചി, വി ഹാവ് ടു ഫേസ് ദ സിറ്റുവേഷൻ. എനിവേ, റിച്ചിയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആദ്യമായതുകൊണ്ടാ മനസ്സൊരുപാട് നോവുന്നേ. ഒത്തിരി ദുരന്തങ്ങൾ കണ്ട എനിക്ക് പ്രാക്ടിക്കലായി എന്തും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ സാധിക്കാറുണ്ട്. എന്നിട്ട് പോലും ടീനയുടെ അവസ്ഥ എന്നെ വിഷമിപ്പിക്കുന്നു. ദയയില്ലാത്തൊരു മനസ്സ് അവൾക്ക് കിട്ടിയത് അവളുടെ കുറ്റമാണോ? ദൈവമല്ലേ അങ്ങനെ ഒരു മനസ്സ് അവൾക്ക് കൊടുത്തത്? സ്വന്തം കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് വലിച്ചെറിയാൻ ടീനയെ പ്രേരിപ്പിച്ചത് ദൈവമല്ലേ? എന്നിട്ടിപ്പോ ക്രൂരമായി ശിക്ഷിക്കുന്നു. ദൈവം അവൾക്ക് മാപ്പ് കൊടുക്കും. ദൈവം അവളെ രക്ഷിക്കും. ചിന്നു, കരിമ, ഇത് എന്തൊരു അത്ഭുതം! അതെന്താ ചിന്നു, ഞങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ലേ? അതല്ല സോഫി കൊച്ചമ്മ ഒരു മുന്നറിയിപ്പില്ലാതെ. വീട്ടിലേക്ക് ഇരിക്കാൻ കൊച്ചമ്മേ. ദേ, നീ ഇനി എന്നെ കൊച്ചമ്മേന്ന് വിളിക്കണ്ട, കുഞ്ഞമ്മേന്ന് വിളിച്ചോ. അതാ കേൾക്കാൻ സുഖം. ഞാൻ വേഗം കാപ്പി ഇടാം. അയ്യോ, ഇത്രയും ദൂരം മല കയറി വന്നത് കാപ്പി കുടിക്കാനാ? വേറെ ഉണ്ട് കാര്യങ്ങള്. നീ വാ. അല്ല അപ്പാപ്പൻ? അച്ഛനും കൂടി ഇറങ്ങിയത് ഇങ്ങോട്ട് വരാൻ. അപ്പോഴേക്ക് അച്ഛനൊരു തളർച്ച തോന്നി. ഞങ്ങള് പറഞ്ഞു വരണ്ടാന്ന്. സമ്മതിക്കോ? ഒരേ പിടിവാശി, എന്റെ കുഞ്ഞിനെ കാണണമെന്നും പറഞ്ഞു.
ഒടുവിൽ സോഫി ഉടക്കിയപ്പോഴാ ഒന്ന് അടങ്ങിയത്. സോഫിയും കൂടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ് അവസാനം കോംപ്രമൈസ് ആക്കി. കേഷ്മാവിനെയും കൂട്ടി വൈദ്യരെ കാണാൻ വിട്ടു. ഇനി ഇങ്ങോട്ടുള്ള വരവൊന്നും അപ്പാപ്പന് പറ്റത്തില്ല. താഴെ വരെ വണ്ടി വരുമെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് നടന്നല്ലേ പറ്റത്തുള്ളൂ. കരുമ, ഞങ്ങൾ വന്നതൊരു പ്രധാന കാര്യം ഉറപ്പിക്കാനാ. വേറൊന്നുമല്ല, 3 വട്ടം ഉറപ്പിച്ച കാര്യം തന്നെയാ. പോരുമ്പോ കൃഷ്ണമാമൻ പറഞ്ഞത് ഒന്നിപ്പഴച്ചാ 3 എന്നുള്ള കണക്ക് കരുമനോട് പറയാനാ. അത് കഴിഞ്ഞു. ഇനി പിഴയ്ക്കത്തില്ലെന്ന് കൃഷ്ണമാമൻ ഉറപ്പിച്ചു പറഞ്ഞു. സത്യം പറഞ്ഞാ ഉറപ്പിക്കാനുള്ളത് കല്യാണമല്ല, അത് നടത്തേണ്ട സ്ഥലമാ. അച്ഛന് നിങ്ങളുടെ കല്യാണം കൺമുമ്പിൽ കാണണമെന്ന് വല്ലാത്ത ആശയുണ്ട്. പക്ഷേ ഇനി എന്തായാലും അച്ഛൻ ഇവിടെ വരെ നടന്നെത്താൻ കഴിയില്ലെന്ന് ചിന്നുവിനറിയാലോ. അതുകൊണ്ട് കല്യാണം നീരേറ്റിൽ വെച്ച് നടത്തണമെന്നാ അച്ഛൻ്റെ ആഗ്രഹം. അതിപ്പോ മൂപ്പനും മറ്റും സമ്മതിക്കത്തില്ല. മൂപ്പന് കൊടുക്കാനുള്ളതും ഇത്തിരി കൂടുതലും കൊടുത്താ ഒരു സമ്മതക്കുറവും പറയില്ല. അതൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാം കരുമ. നീ ഒന്ന് സമ്മതിച്ചാ മതി. നീരേറ്റിൽ എല്ലാവർക്കും നിന്റെ കല്യാണം കൂടണമെന്നുണ്ട്. അതേതായാലും ഇവിടെ വെച്ചായ നടക്കത്തില്ല ചിന്നു. പ്രത്യേകിച്ചും കൃഷ്ണമാമൻ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സ്ഥിതിക്ക്. എന്തേലും പറ കരുമ. അപ്പാപ്പൻ നമ്മുടെ കല്യാണത്തിന് വേണമെന്നാ എന്റെ ആശ. അതിന് ഞാനിപ്പോ എന്തു പറയാനാ? നാട്ടിലെ കല്യാണത്തിന്റെ രീതിയൊന്നും എനിക്കറിയത്തില്ല. അതോർത്താണോ വിഷമം? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ചെറിയൊരു ചടങ്ങ്, താലി കെട്ടുക, മുണ്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ സദ്യ. നീരറ്റിൽ വെച്ചാവാം അല്ലേ കരുമ? എനിക്കതൊന്നും അറിയില്ല. കരുമ, ദേ ഈ നിൽക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ചോരയാ. എൻ്റെ ഏട്ടൻ്റെ മകളെ. എനിക്കെൻ്റെ മകളെ പോലെയാ. അവളെ എത്രയും നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാ ഞങ്ങൾക്കും ഇഷ്ടം. പക്ഷേ നിങ്ങളെ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ്റെ നിർബന്ധത്തിന് സമ്മതിച്ചതാ ഈ വിവാഹം. ഓഹോ, അങ്ങനെ ആരും നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ കരുമ ഇങ്ങനെ? നിങ്ങൾ രണ്ടാളും ഒന്നിച്ചു കഴിയുന്നത് കാണാനാ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി പഴയ നീരേറ്റ് തറവാടും പറമ്പും കൃഷ്ണമാമൻ പ്രമാണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് പണവും തറവാടവും ഒന്നും വേണ്ട. ആരുടെ അവതാരം കൊണ്ടല്ല കരിമൻ ജീവിക്കുന്നത്. ഞാൻ കെട്ടുന്ന പെണ്ണിന് ചെലവിന് കൊടുക്കാൻ എനിക്കറിയാം. ചിന്നു, കൃഷ്ണമാമന്റെ ആഗ്രഹം നീ നടത്തി കൊടുക്കണം. കല്യാണം നീരേറ്റ് വെച്ച് തന്നെ നടത്തണം. നിങ്ങൾ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട. അവനൊരു കാട്ടുമാക്കാനാ. മെരുക്കിയെടുക്കാൻ എനിക്കറിയാം. എന്നാ പിന്നെ ഞങ്ങള് അയ്യോ, ഇവിടെ വരെ വന്നിട്ട് കാപ്പ് പൊടിച്ചിട്ട് പോയാ മതി. വാ. ഹായ് മൃദുല, ഹൗ ആർ യു? ഐ ആം ഓക്കെ. മൃദുല, ഇന്ന് നമ്മൾ തമ്മിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറാൻ പോവുക. ദാ അതിൻ്റെ തുടക്കമായി ഈ കൂൾ ഡ്രിങ്ക്സ് കഴിക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. പ്ലീസ്. സി മൃദുല, നിന്റെ മനസ്സിൽ എന്നോട് വെറുപ്പാണെന്ന് എനിക്കറിയാം. എല്ലാം എൻ്റെ തെറ്റാ. എനിക്ക് നീ മാപ്പ് തരണം. ഇനി ഒരിക്കലും എന്നിൽ നിന്ന് ഒരു ശല്യവും നിനക്കുണ്ടാവില്ല. ഞാൻ എന്നും നീ പറയുന്ന അനുസരിക്കാം. നിനക്കെന്നെ വിവാഹം കഴിക്കണ്ടെങ്കിൽ വേണ്ട. ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ഇതോടെ എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ വേണമെങ്കിൽ തിരിച്ചു പോയിക്കോളാം. എന്താ മൃദുല, ഉറക്കം വരുന്നു? ഉറങ്ങിക്കോളൂ. ഈ ഉറക്കത്തോടെ എല്ലാം ശരിയാവും.